നമസ്കാരം. നടി റിമ കല്ലിങ്കലിനെതിരെ ഗുരുതര ആരോപണമാണ് ഗായിക സുചിത്ര ഉയർത്തിയത്. പക്ഷേ ആരും അതിനെക്കുറിച്ച് പ്രതികരിച്ചൊന്നും കണ്ടില്ല. ഒരു സഖാവ് സ്നേഹം അതിലുള്ളതുപോലെ തോന്നുന്നു. ഈ കഞ്ചാവും സ്റ്റാമ്പും മദ്യവും യഥേഷ്ടം ഉപയോഗിച്ച് കാണിക്കുന്നതെല്ലാം സർഗാത്മകതയായതുകൊണ്ട് CPM-ന് ഇതിനെതിരെ ഒന്നും പറയാനും പറ്റില്ല എന്ന് വേണം കരുതാൻ. മാത്രമല്ല, കൊച്ചു സഖാക്കൾ വരെ ഇപ്പോൾ മയക്കുമരുന്ന് കടത്തുന്നുമുണ്ട്, ഉപയോഗിക്കുന്നുമുണ്ട്. പലരും പിടിയിലാവുകയും പിന്നീട് പാർട്ടിയിലെ സ്വാധീനം ഉപയോഗിച്ച് ഊരിപ്പോരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ റിമ സഖാവിനെ കുറിച്ച് മിണ്ടുമോ? അവരൊക്കെ വലിയ കൊമ്പിൽ പിടുത്തമുള്ളവരാണ്. അവരുടെ ഭർത്താവിന്റെ കാര്യം ഇനി പറയുകയും വേണ്ട. നല്ല പിള്ള ചമഞ്ഞു കയറി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എത്തിയിരുന്നു. ബി ഉണ്ണികൃഷ്ണൻ സഖാവിന്റെ വായിൽ നിന്ന് ഉത്തരം കിട്ടിയതോടുകൂടി തൊള്ള അടഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ആ പറയുന്നത് സിനിമാ സെറ്റുകളിലെ മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ചാണ്. അതാരും പറയുന്നില്ല എന്നതാണ് വാസ്തവം. മുകേഷിനെ കുറിച്ചും ഗണേഷിനെ കുറിച്ചും എന്തിനു വേണ്ട സകല പെണ്ണു കേസുകളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ മാധ്യമങ്ങൾ അന്തിച്ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനധികം റിപ്പോർട്ടർ ചാനലിൽ മൊട്ടയരുൺ സംവിധായകൻ രഞ്ജിത്ത് ഭോഗിച്ചതും രേവതിക്ക് ന്യൂഡ് പിക്ചർ അയച്ചു കൊടുത്തുവെന്നും ഒരു യുവാവ് വെളിപ്പെടുത്തുക ചെയ്തപ്പോൾ രഞ്ജിത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പിന്നെയും ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊരുമാതിരി അരുണിന് കുളിരു കോരാൻ വേണ്ടിയായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നവർ മനഃപൂർവ്വം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗത്തെ പറ്റി പറയാത്തത് എന്താണ്? ആ സമയത്താണ് ഗായിക സുചിത്ര ഇത്രയേറെ ഗൗരവമുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനെക്കുറിച്ച് ഒരു ചാനൽ മുതലാളിക്കും മിണ്ടാനില്ല. റിമ കല്ലിങ്കലിന്റെ കരിയർ തകരാനുള്ള പ്രധാന കാരണം അവർ നടത്തിയ മയക്കുമരുന്ന് പാർട്ടികളാണെന്നായിരുന്നു പ്രധാന ആരോപണം. മാത്രമല്ല, കൊച്ചിയിൽ റെയ്ഡുകൾ നടന്നത് റിമ കല്ലിങ്കലിനും ആഷിഖ് അബുവിനും എതിരെയല്ലേ എന്നും അവർ ചോദിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ റിമ കല്ലിങ്കൽ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും പാർട്ടികളിൽ പങ്കെടുത്ത ഒരുപാട് ഗായകർ തന്നോട് ഇക്കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു. മാത്രമല്ല, പാർട്ടിയിൽ പങ്കെടുത്ത ചില പെൺകുട്ടികൾ അവിടെ നിന്ന് കിട്ടുന്ന ചോക്ലേറ്റ് പോലും കഴിക്കാൻ ഭയമാണെന്ന് പറഞ്ഞതായും പറയുന്നുണ്ട്. ബംഗളൂരുവിലെയും കേരളത്തിലെയും വീട്ടിൽ വെച്ചാണ് ഈ പാർട്ടികൾ നടത്തുന്നത്. ബർത്ത്ഡേ പോലുള്ളവ, അതായത് ബർത്ത്ഡേ പാർട്ടി പോലുള്ളവ നടത്തുന്നതൊക്കെ മനസ്സിലാക്കാം. ഇടയ്ക്കിടെ വെറുതെ പാർട്ടി നടത്തുന്നുണ്ടെങ്കിൽ അതിലെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. വെറുതെ ഒന്നും ആയിരിക്കില്ലല്ലോ. വെറുതെ പണം പൊട്ടിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി പാർട്ടി നടത്താൻ തലയ്ക്ക് പ്രാന്തൊന്നുമില്ല എന്തായാലും റിമ കല്ലിങ്കലിന്. എന്തായാലും ഇത്തരത്തിൽ പാർട്ടി ആര് നടത്തിയാലും അതിലെ പ്രധാന ഉദ്ദേശം തുട്ട് മണി അത് തന്നെ. പണം വേണം, പണം ഉണ്ടാക്കണം. ഒരു സിനിമയിൽ അഭിനയിച്ചാലോ ചിലപ്പോൾ 5-10 ലക്ഷം കിട്ടുമായിരിക്കും. പക്ഷെ ഒറ്റ ദിവസത്തെ ഒരു പാർട്ടി കൊണ്ട് ഇവരുടെ വരുമാനം തന്നെ ഇത്രയധികമായി ഉയരുകയും ചെയ്യും. പക്ഷെ ഒരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നത് 10 മുതൽ 25 ദിവസത്തോളം എന്തായാലും വേണ്ടി വരും. അത്രയും ദിവസം അവർ എൻഗേജ്ഡ് ആയി അവിടെ ഉണ്ടായിരിക്കുകയും വേണം. പക്ഷെ ഇതിന് അത് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഈ ഒറ്റ ദിവസത്തെ പാർട്ടി നടത്തുന്നതിന് പ്രധാന കാരണം. മാത്രമല്ല, ഇതിനെ വെച്ചിട്ട് പെൺകുട്ടികളെ വിറ്റ് കാശാക്കുന്ന സംഭവങ്ങളുമൊക്കെ അരങ്ങേറുന്നുണ്ട് എന്നുള്ളതുമാണ് മനസ്സിലാക്കേണ്ടത്. റിമ കല്ലിങ്കലിന്റെ ഭർത്താവായ ആഷിഖ് അബുവിന് മറ്റൊരു പേര് കൂടി സാമൂഹിക മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട്. അത് ഹാഷിഷ് അബു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ പേരും വളരെ രസകരമാണ്. ഈ സമയത്ത് തന്നെ അറിയേണ്ടതുമാണ്. ഒറിജിനൽ പിക്സൽസ് ഇൻ മൂവീസ് എന്നാണ് പേര്. ഷോർട്ട് ഫോം ആക്കി നോക്കിയാൽ OPM, അതായത് ഒന്ന് പറഞ്ഞു നോക്കൂ, OPM എന്നാവും. OPM എന്നായാൽ എന്തായി? കറുപ്പായി. എങ്ങനെയുണ്ട്? അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ വെരി ക്ലോസ് ഫ്രണ്ട്സ് ആണ് ദാസ എന്നേ പറയാൻ പറ്റൂ. കഞ്ചാവ് ഉപയോഗത്തെ പ്രകീർത്തിക്കുന്ന ഒരു സിനിമ കൂടി ഈ വിദ്വാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മ കാണും, ഇടുക്കി ഗോൾഡ്. സർഗാത്മകത പൂത്തിറങ്ങണമെങ്കിൽ ഇതൊക്കെ ഉണ്ടായേ പറ്റൂ. പക്ഷെ ആരും ഇതൊന്നും പറയുകയുമില്ല. കാരണം പല മാധ്യമ സിംഹങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ. അതുകൊണ്ട് മുക്കും.
ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിക്കാൻ നോക്കുന്നതിന് പിന്നിലും മട്ടാഞ്ചേരി മാഫിയയും ഈ സംഘവും ഒക്കെയാണോ എന്നുള്ള സംശയവും ഉടലെടുക്കുന്നുണ്ട്. ഇതിലെ സെക്സ് സ്കാൻഡൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അത് ചിലരുടെ താല്പര്യങ്ങളും ചിലരെ മാത്രം ബാധിക്കുന്നതുമായൊക്കെ മാറുന്നുണ്ട്. എന്നാൽ ഈ മയക്കുമരുന്ന് എന്നത് അതിലേറെ ഭീകരമായ ഒരു വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മയക്കുമരുന്നിന് വേണ്ടി ഒഴുകുന്നത് കള്ളപ്പണമാണ്. സ്വാഭാവികമായും കള്ളപ്പണവും മയക്കുമരുന്നും രാജ്യവിരുദ്ധമാണ് എന്നുള്ളത് അറിയാലോ. മാത്രമല്ല, പെൺകുട്ടികളെ അടക്കം മയക്കുമരുന്നിന് കീഴിലാക്കി ഉപയോഗിക്കുക എന്നുള്ളത്, അവരുടെ പ്രജ്ഞ വരെ ഇല്ലാതാക്കുക എന്നത് രാജ്യവിരുദ്ധം കൂടിയായി മാറുകയല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം വരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാധ്യമ സിംഗങ്ങൾ അതിന് അനുവദിക്കില്ല. അന്വേഷണം വന്നാൽ സ്വാഭാവികമായി, അതായത് പോലീസിന് ഇതിൽ അന്വേഷണം നടത്താം. അത്രയേറെ ഗുരുതരമായ ഒരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഗായിക സുചിത്ര പറഞ്ഞതനുസരിച്ച് ഇവരുടെ വീടുകളിൽ നടത്തിയിട്ടുള്ളത് ഈ റെയ്ഡാണ്, മയക്കുമരുന്ന് റെയ്ഡാണ് എന്നുള്ളതാണ്. അത്രയേറെ ഗൗരവതരമായ ഒരു കാര്യം വരുമ്പോൾ പോലീസിന് അന്വേഷണം നടത്താവുന്നതാണ്. പക്ഷേ എന്നാൽ അതിനെ മറികടക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പോലീസ് അന്വേഷണം കേസായാൽ പിന്നാലെ മയക്കുമരുന്ന് ഉപയോഗമൊക്കെ കള്ളപ്പണവും ഒക്കെ ആയതുകൊണ്ട് ഇ.ഡി. വരും. സൗബിൻ സാഹിറിനെതിരെ ഒരു കേസ് വരികയും അതിൽ ഇ.ഡി. വരികയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പോലീസ് കേസാക്കിയാൽ അതിനുള്ള സാധ്യത വരും. അതുകൊണ്ട് അതില്ലാതെയാക്കി മാറ്റാനായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് വെറും പെണ്ണുപിടുത്തവും പെണ്ണിനെ ഉപയോഗിക്കുക എന്നുള്ളതും മാത്രമാക്കി മാറ്റുകയാണ് ഇവർ ചെയ്തത്. പക്ഷേ ഒരു പ്രതീക്ഷയുടെ കിരണം ബാക്കി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അതായത് അതിൽ NCBക്ക്, അതായത് കേന്ദ്ര ഏജൻസിയായ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് ഇടപെടാൻ കഴിയും. അവരുടെ ഓഫീസ് കാക്കനാടുണ്ട്. മറ്റു ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ഇതിൽ അന്വേഷണം നടത്താൻ കഴിയും. അങ്ങനെ വന്നാൽ ഒരു വൻ മാഫിയ തന്നെ കുടുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. പക്ഷേ ഈ പത്രമാധ്യമങ്ങളെ എല്ലാത്തിനെയും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഈ വലിയ മാഫിയയ്ക്ക് ഇതിൽ ഇടപെടാൻ കഴിയുമോ എന്നോ, ആ അന്വേഷണം വരാതിരിക്കാൻ ചെയ്യാൻ കഴിയുമോ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ്. നന്ദി.